ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ കുറച്ചായിട്ട് രാത്രിയിൽ ഞാൻ കഴിക്കുന്ന സലാഡും കാര്യത്തിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വൈകുന്നേരം ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലാണ് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ചേറൂർ എന്താ പറയുക തൂക്കുപാലത്തിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി ചായയൊക്കെ കുടിച്ച് വരാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ചെറിയൊരു തട്ടുകട പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ എന്താ പറയുക പഴംപൊരിയും ബീഫൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കാമല്ലോ വെച്ചിട്ട് വന്നതാണേ. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ തോണിയിലൊക്കെ കയറി ഫുള്ളൊന്ന് ചുറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം പോയിട്ടില്ല, അടുത്ത പ്രാവശ്യം അങ്ങനെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ പഴംപൊരിയും ബീഫാണേ. അപ്പോൾ പഴംപൊരിയും ബീഫും കഴിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പിലിട്ടതും അങ്ങനെ കുറേ കഴിച്ചു. പിന്നെന്താ കുട്ടികൾക്ക് മൊജിറ്റും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതും കഴിച്ചു. ചായയും കോഫിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മൊജിറ്റോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ. അപ്പോൾ അതൊക്കെ കഴിച്ചു നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നും കുറച്ചേ പോകാനുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം തന്നെ വീട്ടിലേക്ക് വിട്ടു. പിന്നെ കുറേ ആൾക്കാർ കമൻസിൽ ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ എന്താ പറയുക വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള സലാഡും കാര്യങ്ങളും ഒന്ന് ഇതിൽ ഇൻക്ലൂഡ് ആക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് കഴിക്കുന്ന രാത്രിയിൽ കഴിക്കുന്ന സലാഡ് ഒന്ന് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ഏത് തരത്തിൽ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് സലാഡ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. ബ്രൊക്കോളി, ലെറ്റ്യൂസ്, പിന്നെ പർപ്പിൾ കളറിലുള്ള ഒരു മുട്ടക്കോസ് പോലത്തെ ഒരു ഐറ്റമാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് പച്ചക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാത്രിയിൽ ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കാറില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇങ്ങനെ വെജിറ്റബിൾസും കാര്യങ്ങളും സലാഡ് അങ്ങനെയൊക്കെ ആണ് കഴിക്കാറുള്ളത്. അപ്പോൾ കുറച്ച് വയറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ അതും കൂടി ലേറ്റായിട്ട് കഴിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക സലാഡ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മുമ്പ് കഴിച്ചാൽ എനിക്ക് പെട്ടെന്ന് വിശക്കും കേട്ടോ. നമ്മൾ കിടക്കുന്ന ഒരു ടൈമിൽ വിശക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് സലാഡായാലും കഴിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറേ പേര് ചോദിച്ചൊരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ എൻ്റെ എന്താ പറയുക ഇത്രയും ദിവസത്തെ ഒരു കാര്യത്തിനുള്ള ഒരു ഫലവും കൂടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരും കേട്ടോ. പിന്നെ ഞാൻ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സലാഡ് കഴിക്കുമ്പോൾ നമ്മൾ ഒരു രീതിയിലുള്ള തന്നെ സലാഡ് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുപ്പ് തോന്നും. അപ്പോൾ അതുകൊണ്ട് പലതരം വെറൈറ്റിയിലായിട്ട് ഓരോ ദിവസം ഓരോ സ്പെഷ്യലായിട്ട് സലാഡ് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുപ്പൊന്നും തോന്നില്ല കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മടുപ്പ് തോന്നും ഒരേ ഐറ്റംസ് എല്ലാ ദിവസവും കഴിക്കുമ്പം. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഓരോരോ സലാഡ് ഐറ്റംസ് ആയിട്ടാണ് കഴിക്കാറുള്ളത്. സലാഡ് പല രീതിയിലും പല വെറൈറ്റി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ വയറൊക്കെ കുറയാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളും ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെയാണ് കഴിക്കുന്നുള്ളത്. അപ്പോൾ മൊത്തത്തിലൊന്ന് സലാഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ചെറുനാരങ്ങ നീരില്ല, അപ്പോൾ അതും കൂടി പിഴിഞ്ഞു കൊടുക്കുക.
എന്നിട്ട് മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റാണേ. നമുക്ക് കഴിക്കാതിരിക്കാനുള്ള ഒരു ഇത് തോന്നില്ല. നല്ലൊരു എന്താ പറയുക ചെറുനാരങ്ങയുടെ ഒരു പുളിപ്പും ഉപ്പും കുറച്ച് എരിവൊക്കെ ആയിട്ടാകുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്ക്. അപ്പോൾ വയറൊക്കെ കുറയാൻ പെട്ടെന്ന് വയറൊക്കെ കുറയാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സലാഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് ആക്ക്. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.